രണ്ട് മൂന്ന് കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 അങ്ങനെ ഇവന്റെ അടുത്തേക്കാണ് കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുവന്നത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട്, ഈ കുട്ടി ആ വിശ്വസിക്കാൻ, കാരണം ഫാമിലി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണല്ലോ കൗൺസിലിംഗ് പറഞ്ഞിട്ട്. നമസ്കാരം. ഫിലിപ്പ് മമ്പാട് ഒരു പരനാറി തന്തയില്ലാത്തവനെന്നേ ഞാൻ അവനെ പറയത്തുള്ളൂ. അതിന്റെ അപ്പുറം അവനൊരു പറയത്തില്ല. അതുപോലെ വീഡിയോ ഈ അടുക്കളയിലിരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്നുകിൽ ഓളയും കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. കാരണം ഈ നായിന്റെ മോനെ 10 പറയാതെ എനിക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകെ ഇവനുമായി റിലേറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാറി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന്. അതിൽ ഒരു മാറ്റമില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഇത്രയും ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്നവൻ സ്വയം കുഴി തോണ്ടുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇവൻ തന്തയില്ലാത്തവനാണെന്ന് അവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇവനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പല സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 പേരെടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാം, അത് കുറച്ച് കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇവനൊരു നായിന്റെ മോനാണെന്ന് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ അത് ഹോൾഡ് ചെയ്ത് നിർത്തി. പിന്നെ അവർക്ക് ആർക്കും രംഗത്തൊന്നും പ്രതികരിക്കാൻ ഒന്നിനും താല്പര്യമില്ല. ഇവൻ വെറും ഒരു വരനാറിയാണെന്ന്, ഇവൻ തന്തയ്ക്ക് മുന്നേ പാലം വലിച്ചവനാണെന്നും പലരും പറയുന്നുണ്ട്. ഇവൻ ഇത്രയും വലിയൊരു ഫ്രോഡായിരുന്നു ഇപ്പോഴാണ് പുറത്തു വരുന്നത്. പോലീസാണെന്ന് പോലും പോലീസുകാർക്ക് മൊത്തം നാണക്കേട്. എന്തായാലും പോലീസിൽ നിന്ന് അവൻ മാറിയിട്ട് അവൻ മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്, നാട്ടുകാരെ മൊത്തം മുഞ്ചിക്കാനായിട്ട്. ഇങ്ങനെയുള്ള ഒരു നാറിയെ ഇവിടെ വച്ചേക്കല്ലേ. ഇവനൊക്കെ നാട്ടുകാരുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് തീർക്കണം അവനൊക്കെ. ഇതുപോലുള്ളവന്മാര് ഒരുപാട് മുഖംമൂടികളും അണിഞ്ഞിരിക്കുന്ന ഒരുപാട് നാറികളുണ്ട്. അതുപോലെ എനിക്ക് ഓരോ മാതാപിതാക്കളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കൗൺസിലിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം അതിനുള്ള ഓപ്ഷൻസ് കാണുക. അല്ലാതെ വല്ലവന്റെ വീട്ടിൽ മക്കളെ പറഞ്ഞു വിടുക, അവന്റെ കൂടെ പോയി താമസിക്കാനും പറഞ്ഞു വിട്ട് മക്കളുടെ കുരുതി കൊടുക്കരുത്. എനിക്കിതേ പറയാനുള്ളൂ മെയിനായിട്ട്. ഇവൻ അത്രയും വലിയൊരു ചെറ്റയാണെന്നുള്ള കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവൻ ഉപയോഗിക്കുകയാണ്. ആണും പെണ്ണും എന്ന വ്യത്യാസം പോലും ഇല്ലാണ്ട് ഇവൻ പല പോക്കൃത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇവന്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഞാൻ ആദ്യം ഒരു വോയിസ് കൊടുക്കാം, ഈ നാറിയെ പറ്റിയിട്ട് പറയുന്നത്. അത് ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗിന്റെ ഇടയിലാണ് ഒരു കുട്ടിയുടെ കേസ് പുറത്തു വരുന്നത്. അതേ തുടർന്നിട്ട് എന്താണ് സത്യത്തിൽ ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് കേൾക്കുന്ന സമയത്ത് ഈ തന്തയില്ലാത്തവനെ വലിച്ചു പൊളന്നു വയ്ക്കാനാണ് തോന്നുന്നത്. ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ല. നാളെ നിങ്ങളുടെ മക്കളാവും, നിന്റെ മക്കളാവും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാവും. ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇതുപോലുള്ള നാറികളെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ ആദ്യം ഒരു വോയിസ് ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സത്യം വളരെ വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇവൻ ഇത്രയും വലിയ തന്തയില്ലാത്തവനാണെന്ന്. ഇവനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറെ ബൂളകളടുത്ത് എനിക്ക് പറയാനുള്ള, എന്ന് നാളെ നിന്റെയൊക്കെ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കുമ്പോഴേ പഠിക്കത്തുള്ളൂ. ഇതില് പാരന്റ്സിന്റെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ മക്കളെയൊക്കെ ഇതുപോലുള്ള നാറികൾക്ക് കൊണ്ട് കാഴ്ച വെച്ച് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് നിങ്ങളുടെ മക്കളെയൊക്കെ വല്ലവന്റെയും കൂടെ കൗൺസിലിംഗ് മോട്ടിവേഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെയൊക്കെ കൂടെ താമസിപ്പിക്കാനായിട്ട് കൊണ്ട് വിട്ടുകൊടുക്കുന്നത്? ഞാൻ ആദ്യം ഒരു വോയിസ് കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. നമസ്കാരം സായി ബ്രോ, ഞാൻ നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്തിലാണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഭർതൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു. ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഇടപാട് ഇവരവരുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഇവരറിഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള്, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്.
ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക ദൈവമേ ഇയാൾ ഇത്രയും ഭീകരനായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്ക്. വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇവളുമാര് കുറെ എണ്ണം ഉണ്ട് വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നേരെ മറ്റേ കയറി പോവും കിടക്കാനായിട്ട്. ആ പരിപാടി ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതെന്ത് തേങ്ങയായി കൊണ്ടുപോട്ടെ, അത് ഇവളുമാര് വരുത്തി വെക്കുന്നത് തന്നെ. പിന്നെ കുട്ടികളുടെ കേസിലോട്ട് വരുമ്പോഴാണ് ഈ തന്തയില്ലാത്തവൻ കാണിച്ചിട്ടുള്ള എല്ലാ പോക്കൃത്തനങ്ങളും പുറത്തു വരുന്നത്. 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്തവൻ ചെയ്തിട്ടുള്ള തന്തയില്ലായ്മ അത് നിങ്ങൾ കേൾക്കണം. ഇതിപ്പോ സായി ബ്രോയുടെ ചാനൽ വന്നിട്ടുള്ളതാണ്, നമ്മുടെ ഏജന്റിന്റെ ചാനൽ വന്നിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു ഈ വോയിസ്. അതുപോലെ പലരും പുറത്തു പറയാൻ മടിച്ച് പേടിച്ചിരിക്കുന്നുണ്ട്. ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, ഇവൻ പുറത്തിറങ്ങിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള പേടിയിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഒരുപാട് പേര് ഈ നായിന്റെ മോൻ മോട്ടിവേഷൻ എന്ന് പറയുന്നതിന്റെ മറവിൽ, കൗൺസിലിംഗിന്റെ മറവിൽ ഇവൻ കാണിച്ചിട്ടുള്ള പല തന്തയില്ലായ്മകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവനെ പോലെയുള്ള നാറുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളെ മുക്കാലിൽ കെട്ടിയിട്ട് അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവനെയൊക്കെ പോലെയുള്ള നാറുകളെ വിശ്വസിച്ച് സ്വന്തം മക്കളെ കൊണ്ട് ഇട്ടുകൊടുക്കുന്ന തന്തേതളെ മടൽ വെട്ടി അടിക്കണം. ഇങ്ങനെ കുറെ കഴുപ്പണങ്ങട്ട സാധനങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ കേട്ടപ്പോ സത്യം പറയാലോ ഈ കടയാടി മോനെ പിടിച്ച് പിഴിയാനാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ആദ്യം സായി ബ്രോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേട്ട് നോക്കുക. നിങ്ങൾ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇവർ കാനഡയിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്, നഴ്സാണെന്നാണ് പറയുന്നത്. അവർക്ക് ഈ വീഡിയോ കണ്ടെങ്കിൽ അവരെ ശ്രദ്ധയ്ക്കാണ്. ഇത് നിങ്ങൾ അവിടെ ഇരുന്ന് കാണുന്ന വിത്തല്ല. ഓക്കെ, ഇവനൊരു മോഡസ് ചെയ്യാൻ പറഞ്ഞുതരാം. അതിവിനയം കാണിച്ച് ഓവർ മോട്ടിവേഷൻ നടത്തി ചാരിറ്റി ചെയ്യുന്നതിൻ്റെ നന്മകൾ പറഞ്ഞ് പോലീസ് ജോലി ഇട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും കൺവിൻസ് ചെയ്ത് അവരുടെ അടുത്ത് കയറി കൂടും. ഓക്കെ, സ്ത്രീകളുടെ അടുത്ത് കയറി കൂടി അവരെ കൺവിൻസ് ചെയ്തൊരു വഴിക്കാക്കി അവരെ ശാരീരികവും അവരെ മോണിറ്ററി ബെനിഫിറ്റ്സിനും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇവൻ അങ്ങോട്ട് തുടങ്ങും ആത്മഹത്യാ ഭീഷണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇവൻ മാത്രമല്ല, അമ്മേനെ കൊണ്ടുവരെ, ആ വയ്യാത്ത അമ്മേനെ കൊണ്ടുവരെ വെച്ച് പറയിപ്പിച്ച് ഇവൻ ഉണ്ടാക്കും. ഒരു പാറ്റേണാണ് ഇവൻ്റെത്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ആൺകുട്ടികളെയും എന്നുള്ളത് നിങ്ങളെന്നെ ഈ വോയിസിൽ കേട്ടാലേ നടന്നിട്ടുണ്ട്. ഇതിവിടെ ഒന്നും നിൽക്കുന്നില്ല. നമ്മളല്ലോ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ വരെ സേഫ് ആണോ എന്നുള്ളതൊന്ന് പോലീസുകാർ ഇറങ്ങി തിരിച്ചന്വേഷിച്ചാൽ വിവരങ്ങൾ അറിയും. ഇനി ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വെക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വന്ന കേസ്, അതിൽ വിക്ടിം ഫസ്റ്റ് ആരെടുത്താണോ ഈ വിഷയങ്ങൾ സംസാരിച്ചത് അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവരുടെ ഐഡൻറ്റിറ്റി, അവരാരി എന്തെന്നുള്ളതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എനിക്കതൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഈ 16 വയസ്സുകാരിയുടെ വിഷയത്തിൽ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഇവനെ പോലെയുള്ള പരനാറികളെ ദയവ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇവന് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ പലരും ഉണ്ടായിരിക്കും. അവരും നിങ്ങൾ ഉറപ്പിക്കുക ഇവനെ പോലെ എന്തെങ്കിലും കൂടെ ആയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ ദുബായിലായിരുന്നു, ഈ കുട്ടി ദുബായിലായിരുന്നു. ആ ദുബായിൽ ഈ കുട്ടിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ കുട്ടി നാട്ടിലേക്ക് എത്തുന്നു. ഫാമിലിയോട് കുട്ടിക്കൊരു ഹെൽപ്പ് വേണം. ഓക്കെ, കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, മെൻ്റലി അത്ര ഓക്കെ അല്ല, ഇല്ലാണ്. സോ ഒരു കൗൺസിലിംഗ് വേണം, ഒരു കൗൺസിലറെ കാണണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട്, ഞാൻ ഇത് വേറൊരു കാര്യം പറയാം, മലപ്പുറം ഏരിയയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് എൻ്റെ നാട്ടിൽ എനിക്ക് മനസ്സിലായ കാര്യം അറിയാം. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിം, ഇത് മതം വെച്ച് പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ അവസ്ഥ വെച്ച് ഞാൻ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു കൗൺസിലർ. ഓക്കെ, ആ പേരിൽ ഇയാൾ ഭയങ്കര ഗ്രിപ്പാണ് ഇയാൾക്ക്. ബിക്കോസ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം മതത്തിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അതിലെ സൂക്തങ്ങളെക്കുറിച്ചും അങ്ങനെ കണ്ണടച്ച് പിടിച്ച് തള്ളിവിടുന്ന ഒരാളാണ്. ഓക്കെ, ഇതൊക്കെ പ്രിപ്പറേഷനാണ്. ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ഇടിച്ച് കയറാനുള്ള ഇവൻ്റെ ഓരോ ടൂളുകളാണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞു വെച്ചൊരു സാധനം ഞാൻ ഇവിടെ ഇടാം. ഇപ്പോൾ ഇത് സംഖ്യകൾ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. അപ്പോൾ ഖുറാൻ പഠിച്ചതുകൊണ്ടാണ് നീ എന്നുള്ള ഈ കേസിലേക്ക് പോയെന്നുള്ളത് ആ സംഗതിയല്ല. ബട്ട് ഇതിൻ്റെ രീതി വേറെ, ഇതിൻ്റെ പാറ്റേൺ വേറെ, ഇതിൻ്റെ മോഡസ് വേറെ. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഫാമിലീസിലേക്ക് ഒരു കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു ഇവിടുത്തെ ഒരു അവസ്ഥ ചെയ്യാൻ പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തൊരു ഹിന്ദു ക്രിസ്ത്യനോ വന്നിരുന്നിട്ട് ആ റിലീജിയനും അതിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി അക്സെപ്റ്റൻസ് കൂട്ടുന്ന ഒരു തരം വളരെ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കുറേ ഫാമിലികളുണ്ട്. ഈസ് എ ബിഗ് ക്രിമിനൽ, ഒരു പോലീസ് ക്രിമിനലാണ് ഈ നാറി. ഇവൻ ഈ മോട്ടിവേഷന്റെ മറവിൽ നടത്തിയിട്ടുള്ള പല തന്തയില്ലായ്മകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മോട്ടിവേഷൻ മറ്റതാണെന്ന് പറഞ്ഞുകൊണ്ട്, മറിച്ചതാണ് കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇവൻ ആദ്യം മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അത് വച്ചിട്ടാണ് ഈ നാറി യൂട്ടിലൈസ് ചെയ്യുന്നത്, ഓരോരുത്തരെ ഉപയോഗിക്കുന്നതും. അതുപോലെ ഓരോരുത്തരുടെ മക്കളെ അടക്കം ഇവന്റെ അടുത്ത് എത്തിച്ചിട്ട് ഇവൻ ചെയ്യുന്ന തന്തയില്ലായ്മ. ഇതിപ്പോ ഈ ഒരു കുട്ടിയുടെ കേസ് മാത്രമാണ് പുറത്തു വരുന്നത്. ഇതുപോലെ എത്ര കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എത്ര മാതാപിതാക്കൾ സ്വന്തം മക്കള് ട്രോമയിലാണ്, കോമയിലാണെന്ന് പറഞ്ഞു, കോപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള നാറുകളെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും. എത്ര മക്കളെ ഇവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം. ഇതുപോലുള്ള ഒരു ക്രിമിനൽ ചേറ്റയെ ഒരു കാരണവശാലും പുറത്തു വിടാൻ പാടില്ല. ഇവനൊക്കെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ നാടിന് തന്നെ ആപത്താണ്. ഇവനെ പോലുള്ള നാറിയെ ശിക്ഷിക്കാൻ പറ്റില്ല, തൂക്കി തീർക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്തിനാണെന്ന് ചോദിക്കേണ്ടി വരും. ഇതുപോലുള്ള ഒരു ക്രിമിനലിനെ
ഇത്രയും പക്ക ഫ്രോഡ് ക്രിമിനലിനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ എന്തിനാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കേണ്ടി വരും സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവർക്ക്. അത്രയ്ക്ക് പരിതാപകരമാണ്. ഇവന്റെ കഥ കേട്ട സമയത്ത് എന്റെ പുന്നാര മക്കളെ ഞാൻ ഉള്ള കാര്യം വരെ കാലവാരി വലിച്ചീരൊട്ടിക്കാനാണ് തോന്നുന്നത്. അമ്മാതി തന്തയില്ലായ്മയാണ് കാണിച്ചിട്ടുള്ള. എത്ര സ്ത്രീകളാണ് ഇവൻ ഒരുത്തൻ. എനിക്ക് അത്രയ്ക്ക് പൊട്ടി വരുന്നുണ്ട് ഇവന്റെ ഈ കോപ്പിലെ മറ്റേടുത്ത മോട്ടിവേഷനും അതും എല്ലാം കൂടെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ആദ്യം വിചാരിച്ചു ഇവരിങ്ങനെ ചെയ്യുമോ, കാരണം എനിക്ക് അങ്ങനെ തോന്നിയടാ ഇവരങ്ങനെ ചെയ്യുമോ, എന്താ ഇത്, ഇനി ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാപ്പ് എന്തെങ്കിലും ആണോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ഇവൻ വെറും കഴുപ്പണം കെട്ടവനാണെന്ന് പിന്നെയാണ് അറിഞ്ഞു. ഇവന്റെ ഒരു മോട്ടിവേഷൻ കേൾക്കാം. പക്ഷേ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തരാക്കിയത് ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ 1566 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിൽ മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സംശീകരിച്ച വായനയുടെ ഇവൻ നൈസായിട്ട് ഇതിന്റെ ഇടയിൽ കൂടി മുസ്ലിങ്ങളെയും കൂടി പിടിച്ചിട്ട് ഖുർആനെയും പറഞ്ഞ് പൊക്കി പറഞ്ഞ് മുസ്ലിങ്ങളെ ഇടയിലും കയറി കലർന്നിട്ട് അവിടെ അവന്റെ അമ്മച്ചിയുടെ മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ട് ഇവൻ കൊണയടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവനൊന്നും വെറുതെ വിടല്ലേ. ഇവനെ എന്തിനാണ് ഇവനെ സാധ്യമനെ കൊണ്ടിട്ട് ഇടിച്ച് ബോധവാതാക്കണം, അവന്റെ കിടുങ്ങാമടിയെ വലിച്ച് പൂച്ചെടുക്കണം. ഈ സാമാനം ഉള്ളതുകൊണ്ടല്ലേ ഇവന്മാതിരി അപരാധം കാണിക്കുന്നത്. എന്തായാലും സായി ബ്രോ ബാക്കി പറ. ഇനിയാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സായി പറയുന്നത്. ഇപ്പൊ ഈ ഒരു കൗൺസിലിങ്ങിലെ ഒരു പെൺകുട്ടിയുടെ കേസാണല്ലോ ആദ്യമായിട്ട് കുത്തിപ്പൊങ്ങി വരുന്നത്. ഈ ഒരു പെൺകുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിൽ ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇത് പുറത്തായത്. അല്ലെങ്കിൽ ഇത് പുറത്താവത്തില്ല, ഇതാരും പുറത്ത് പറയത്തില്ല. പ്രത്യേകിച്ച് ഇവൻ ആ വീട്ടുകാരെ പോയി കൺവിൻസ് ചെയ്തിരിക്കുന്നു. ഞാൻ അപ്പോഴും ആലോചിക്കുന്നു, സ്വന്തം മകളോട് ഈ ചെയ്ത ഇവനെ വീട്ടുകാർ ക്ഷമിച്ചു വിട്ടോ, ഇവൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞാൽ അതും കണ്ട് പേടിച്ച് ഇവനെ ക്ഷമിച്ചു വിട്ടോ, ഇവനോട് പുറത്തോന്നാണ് എനിക്ക് ആ വീട്ടുകാരടുത്ത് ചോദിക്കാനുള്ളത്. അത്രയും കഷ്ടം തോന്നിയടോ. ഏതാടാ കഴുപ്പണം കെട്ട വീട്ടുകാരെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. സ്വന്തം മകളോട് ഇത്രയും തന്തയില്ലായ്മ ചെയ്തവനെ ഒരു ഭീഷണി അവന്റെ അമ്മയും കൊണ്ടുവന്നിരുന്ന് നടത്തിയെന്ന് വെച്ചിട്ട് അതും കണ്ട് ആ ഒരു ഭീഷണിയെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയോ? എന്താടാ ഇവിടെ നടക്കുന്നത്? സ്വന്തം മകൾക്കല്ലേ സംഭവിച്ചത്. ഇവനൊക്കെ കാലം വരെ വലിച്ചു കീറേണ്ട പരിപാടിയല്ലേ ചെയ്യേണ്ടത്. അവൻ സ്വയം അങ്ങ് തീരട്ടെന്ന് വെക്കണം. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എന്തുകൊണ്ട് ഇത്ര നാളെ വീട്ടുകാരും കൊണ്ടുവന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മെയിനായിട്ട്. ഒന്നാമത് തൊണ്ടവയ്യ ഈ കഴുപ്പണം കെട്ടവനെ 10 പറയാതെ വീഡിയോ ചെയ്ത് എനിക്ക് സമാനം കിട്ടത്തില്ല. എന്റെ മനസമാനം എനിക്ക് നോക്കട്ടെ. ഇനി സായി പറയുന്ന എന്തായാലും കേട്ടോക്കാം, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സായി. അങ്ങനെ ഇവന്റെ അടുത്തേക്കാണ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട്, ഈ കുട്ടിയെ വിശ്വസിക്കുകയാണ്. കാരണം ഫാമിലി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണല്ലോ കൗൺസിലിംഗ് പറഞ്ഞിട്ട്. ഈ കുട്ടിയുടെ ലൈഫിൽ ഇതുവരെ ആരോടും പറയാത്ത സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്, ആ കുട്ടി ഫേസ് ചെയ്ത അവസ്ഥകളൊക്കെ ഈ വ്യക്തിയോട് തുറന്നു പറയാണ്. ഓക്കെ, അത്രയും വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. അത് ഇവൻ മുതലെടുക്കുന്നു. ഹർ പാസ്റ്റ്, ഹർ സീക്രറ്റ്സ് ഇതൊക്കെ കയ്യിൽ കിട്ടിയ ഫിലിപ്പ് മമ്പാടിന് മനസ്സിലായി ഇതൊരു കൃത്യമായ ഇരയാണ്. യൂസ് ചെയ്താലും നാളുകളിൽ ഇവൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കഥ ഉണ്ടാക്കാം, ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താം, ഈ ഫാമിലിയെ ഭീഷണിപ്പെടുത്താം എന്ന് മനസ്സിലാക്കി ഇവൻ്റെ അകത്ത് ഒളിഞ്ഞു നടക്കുന്ന ഒരു പോലീസ് ക്രിമിനൽ മൈൻഡുള്ള ഒരു മൃഗമുണ്ടല്ലോ, അതങ്ങോട്ട് റെഡിയായി. അങ്ങനെ ഈ കുട്ടിയുടെ പാസ്റ്റും സീക്രറ്റ്സ് ഒക്കെ മനസ്സിലാക്കി ഇവൻ മെല്ലെ ഈ കുട്ടിയുടെ ഫാമിലി കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ കുട്ടിക്ക് ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ബെറ്റർ കൺസിഡറേഷൻ കൊടുത്ത് ഈ കുട്ടിയെ ഇവൻ എന്ത് ചെയ്തെടുക്കാം, മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് ഒരു 2-3 സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ഫാമിലി ഇവൻ കൺവിൻസ് ചെയ്ത്, ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, ഒക്കെ പോലീസിൽ ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, കൺവിൻസ് ചെയ്ത് ഫാമിലിയെ പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ബൈ ദ വേ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ മകളില്ല, ഇവൻ്റെ ഭാര്യയില്ല, ഒരു മനുഷ്യൻ അവൻ്റെ അമ്മയുണ്ട്, പിന്നെ ഏതൊക്കെയോ ഇവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതും ഈ അമ്മയെ നോക്കുന്നതൊക്കെ മോസ്റ്റ് മെജോറിറ്റി ഇവൻ്റെ ഫ്രണ്ട്സും ഒരു പെയിൻ പാലിറ്റി ഒക്കെയാണ്. അല്ലാതെ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നടന്ന പോലെ അമ്മയെ നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ജസ്റ്റ് സോഷ്യൽ മീഡിയ ആളുകളെ കണ്ടു അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവൻ്റെ ഗിമിക്കുകൾ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഇവൻ്റെ സർവൻറ്റും ഇവൻ്റെ അമ്മയും പിന്നെ 1-2 വന്നു പോകുന്ന ഫ്രണ്ട്സുള്ള വീട്ടിലേക്ക് ഇവനൊരു ഈ കുട്ടിയെ കൊണ്ടുപോകണം. ഈ 16 വയസ്സുകാരി അവിടെ കൊണ്ടുപോകുന്നു, ഒറ്റയ്ക്ക് റൂം കൊടുക്കുന്നു, സ്വന്തം മകളെ പോലെ നോക്കുന്നു, പറയുന്നു മകൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ വീട്ടിൽ അന്ന് ആ പോയ ടൈമിലൊന്നും ഈ കുട്ടിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇവൻ അങ്ങനത്തെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അവനൊരു കൃത്യമായ അവസരം കാത്തിരിക്കുന്ന ഒരു കഴിവേറിയായിരുന്നു. അങ്ങനെ ഇവൻ എന്ത് പറയും, സെപ്റ്റംബർ 3, 2025 സെപ്റ്റംബർ 3, 2025 ഈ കുട്ടിയോട് ഇവൻ വെർബലി ചോദിക്കല്ലാതെ ഇവൻ്റെ പാറ്റേൺ നിങ്ങൾ ആലോചിക്കണം. ഇവൻ്റെ പോലീസ് ബുദ്ധി, അതായത് ബുദ്ധി കൂടിയാണ്. ഇവൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. അതായത് ഇവൻ എവിടേക്കാണ് പ്രോഗ്രാംസ് എഴുതി വെക്കുന്നത്, പ്രോഗ്രാം ഡയറക്റ്റ് ഒരു കാര്യം കുട്ടി എഴുതി കാണിച്ചു കൊടുക്കുക. 2 ദിവസം നീണ്ട യാത്രയാണ്, പോരാൻ സമ്മതമുണ്ടെങ്കിൽ മാത്രം വരിക. അതായത് ഇയാളൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോവാണ്, 2 ദിവസത്തെ യാത്രയാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ഇയാൾ പോകാൻ പിന്നെ അമ്മയും സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അച്ഛനെ പോലെ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു മകൾ എങ്ങനെ നിൽക്കുന്നു, ആ മൈൻഡ് സെറ്റിലേക്ക് കുട്ടി നിൽക്കുന്നത്. അച്ഛൻ തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് പോരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഓക്കെ മോട്ടിവേഷൻ ക്ലാസ്സിനാണല്ലോ, ഒരു ചേഞ്ചും കൂടി ആവുമല്ലോ, എന്നും ആ വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ കാസർഗോഡ് പോകുന്നു, കാഞ്ഞങ്ങാട് എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാമിൽ കയറുന്നു. ആ പ്രോഗ്രാമിൽ കയറി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെന്നുള്ള അവസ്ഥ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി നാളെ വരണം, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ റൂമെടുത്ത് താമസിക്കണം. എക്സാക്ട് വേർഡ്സ് കോട്ട് ചെയ്ത് വെച്ചോ. ഇത് പറഞ്ഞ കുട്ടിയോട് ഇയാൾ ഇത് കൺവിൻസ് ചെയ്യും, അതായത് ഇന്ന് ഇവിടെ നിൽക്കാം. ആൻഡ് ബൈ ദ വേ ഈ കുട്ടിയെ ഇയാളെ വീട്ടിലേക്ക് വിട്ട സമയത്തും ഈ കുട്ടി ഇയാളെ വീട്ടിലുള്ള സമയത്തും ഫോണില്ല. കംപ്ലീറ്റ്ലി ഈ കുട്ടിയുടെ വീട്ടുകാരായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് കട്ടാണ്. ഇവൻ ത്രൂ അല്ലെങ്കിൽ ഇവനിലൂടെയാണ് കോൺടാക്റ്റും ബാക്കി കാര്യങ്ങൾ. ആൻഡ് ബൈ ദ വേ ഇവൻ ഈ കുട്ടിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവൻ അത് സമ്മതിച്ചില്ല. ഇവനത് അറിയിക്കുന്ന രീതിക്ക് ഇവനത് മാറ്റി. അങ്ങനെ ഹോട്ടൽ എടുക്കുന്നു, ഹോട്ടൽ റൂമിലേക്ക് പോകാൻ. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോയ സമയത്ത്
അവിടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, പോലീസൊക്കെ അവർ ഓൾറെഡി CCTV വിഷ്വൽസ് പരിപാടി എടുത്താണ്. കുട്ടി 18 വയസ്സിന് താഴെയാണ്. ഇവനാണ് കയറി ചെല്ലുമ്പോഴത്തേക്ക് റൂം എടുത്ത് കൊടുക്കില്ല. അവിടെയാണ് ഇവൻ ഉപേക്ഷിച്ച VRS എടുത്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ID കാർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോലീസിന് കിട്ടാവുന്ന വകുപ്പുള്ളൂ. ഫ്രണ്ട് ഡെസ്കിലുള്ള ആരോട് ചോദിച്ചാലും അവിടെ അന്നേ ദിവസം ആരോട് ചോദിച്ചാലും പറയാം ഈ കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടിയുടെ ആധാർ കാർഡ് ID കാർഡ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇതുണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കണം ഇവൻ എന്ത് ചെയ്തു, അച്ഛ എന്ന് വിളിക്കണം, ഫാദർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയോട് ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് പോലീസ് ID കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു, ഈ ഫ്രണ്ട് ഡെസ്കിൽ കൊടുത്തു, റിസപ്ഷനിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ, അച്ഛൻ പോലീസ്, ഇത് മകൾ ഡയറക്റ്റ് റൂം എടുക്കുന്നു, റൂമിൽ കയറി ചെല്ലുന്നു. 2 ബെഡ് റൂം ഉണ്ടായിരുന്നു. ഓക്കെ, 2 സെപ്പറേറ്റ് ബെഡ്. അത് ഈ കുട്ടി ഉറങ്ങി താഴോട്ട് വീഴുമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഈ 2 ബെഡും അടുപ്പിച്ചിട്ട് അതിനുശേഷമാണ് ആ റൂമിൽ ഈ കുട്ടിയെ ഇവൻ അത്ര മോശമായിട്ട് ഉപയോഗിച്ചത്. ഉപയോഗിക്കാൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇവൻ ഇടിച്ചു കയറുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചത് എന്താ അറിയും, ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ പോകുമ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 16 വയസ്സുള്ള കുട്ടി സ്വന്തം അച്ഛനായി കണ്ടു വന്ന ഒരാൾ, അച്ഛനെ പോലെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തൊരു മനുഷ്യൻ ഒറ്റയടിക്ക് ഫ്ലിപ്പാവുകയാണ്, റൂമിലെത്തി ഒരു ബെഡിൽ നിന്ന് അങ്ങോട്ട് ഫ്ലിപ്പായി മാറുകയാണ്. ആ കുട്ടി എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ഏത്, ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകണം. ഒരു കുട്ടി തകർന്നു പോകുന്നത് പോലെ. അപ്പോൾ പറയുന്നത് ഇത് ഇപ്പോൾ പോലീസുകാരനായിരുന്നു. പിന്നെ ഈ സൈക്കോളജി സാധനങ്ങളും അറിയുമായിരിക്കും, അത് പഠിച്ചിട്ടുള്ള പോലീസാണ്. ഇത്രയും ക്രിമിനൽ മൈൻഡിൽ വരുന്നത് ചുമ്മാ ഞാനിപ്പോൾ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന പോലെ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. അല്ല, അതൊക്കെ രീതി അറിയായിരിക്കും. എനിക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയാത്തോണ്ടാ. അതൊക്കെ ആ രീതിക്ക് ആ കുട്ടിയെ പേടിപ്പിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും അത് പറഞ്ഞാൽ കുട്ടിയെ പേടിപ്പിക്കുന്നു, കുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു. ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതവിടെ വാക്കുകളിലൂടെ ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ എനിക്ക് പറ്റില്ല. അത്രയും മോശമായ രീതിയിൽ ഇവൻ്റെ രതി വൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ ആ കുട്ടിയെ ഉപയോഗിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് IPL മേടിച്ചു കൊടുക്കുന്നു. അത് മേടിച്ച് കൊടുത്തതിന് ശേഷവും ആ കുട്ടിയെ ഉപയോഗിക്കുന്നു. 1ഉം 2ഉം പ്രാവശ്യമല്ല, കുട്ടിയെ അവൻ്റെ ആവശ്യം കത്ര ഉപയോഗിക്കുന്നു. കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കൊടുത്ത് വീണ്ടും കുട്ടിയെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഈ കുട്ടി ഇവൻ നിരന്തരം ഉപയോഗിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷവും പലരോടും ഇത് പറയരുത് എന്നും വീട്ടിൽ പറയരുതെന്നും പറഞ്ഞ ത്രട്ടണിങ്. അത് മാത്രമല്ല, വീട്ടിലെത്തിയതിനു ശേഷം നിരന്തരം ആളില്ലാത്തവൻ്റെ റൂമിലേക്ക് കുട്ടിയെ വിളിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പല രീതിയിൽ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ കുട്ടിയെ മാറ്റി ഈ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവന് കാര്യങ്ങൾ പേടി തുടങ്ങി. ഞാനിത് സ്വന്തം വീട്ടിൽ കുട്ടി പറയുമ്പോൾ പാടില്ലേ, ഈ കുട്ടി സ്വന്തം വീട്ടിൽ വരുന്നു, അടുത്തറിയാവുന്ന കുറച്ച് പേരോട് കാര്യങ്ങൾ പറയുന്നു. ഫാമിലിയോട്, അതായത് സ്വന്തം ഉമ്മ അങ്ങനത്തെ നമ്മളെ ഏറ്റവും ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്, അവരോട് ഈ കുട്ടി കാര്യങ്ങൾ ആദ്യം പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ലേറ്റർ ഓൺ ഇയാൾ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരും. അപ്പോഴത്തേക്ക് കുറച്ച് ആളുകളോട് ഈ കുട്ടി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാവുക. അതിന് ശേഷം ഇയാൾ തന്നെ സ്വന്തം അമ്മേനെയും വിളിച്ച് ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കുട്ടികൾ. ചെന്നിട്ട് അവിടെ വെച്ച് അപ്പോളജി പറയുകയാണ്. അമ്മേനെ കൂട്ടിയിട്ട് എൻ്റെ ഒരു സാധനം നിങ്ങൾ ആലോചിക്കണം, ആ ഒരു പോലീസ് ക്രിമിനൽ ബുദ്ധി നിങ്ങൾ ആലോചിക്കണം. മിസ്റ്റേക്ക് സംഭവിച്ചു, കൺഫസ് ചെയ്തു, കുട്ടിയുടെ പാരൻസിന് മുന്നിൽ കൺഫസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും ദിവസം ഫിലിപ്സ് അങ്ങനെ ചെയ്യുന്നവരോട് പറയുന്നത് കുട്ടിയുടെ പാരൻസ് മുഴുവൻ കൺഫസ് ചെയ്താണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, പിന്നെ അമ്മേനെയും കൂട്ടി പോയിട്ടാണ് കൺഫസ് ചെയ്തത്. അതിനുശേഷം ഈ കുട്ടിയുടെ പാരൻസിനെ നിരന്തരമായി ഫോളോ ചെയ്തിട്ട് ഇവൻ ആത്മഹത്യ ഭീഷണി നോക്കിയത്. ഇവൻ ഇനിയില്ല, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, തീർന്നു പോകും, തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇമോഷണൽ ബ്ലാക്ക്മെയിൽസ് പലതും കാണിച്ചു. സായിയുടെ ഈ ഓരോ വാക്കുകളിൽ നിന്നും ഈ തന്തയില്ലാത്തവൻ എത്രത്തോളം ചെറ്റയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഞാൻ അപ്പോഴും ആലോചിക്കുന്നത്, എങ്ങനെയാണോ സ്വന്തം മകളെ ഏതോ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ തോന്നി. ഇന്നത്തെ കാലത്ത് സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു വായ്ത്താളം അടിക്കുന്ന ഏതോ നാറിയുടെ കൂടെ സ്വന്തം മകളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. എത്ര ഗതികെട്ട ഫാമിലിയുടെ അത്. അവന്റെ വീട്ടിലോട്ട് താമസിക്കാനായിട്ട് വിട്ടിരിക്കുന്നു. അവന്റെ മറ്റേ കൺവിൻസിങ് ഉണ്ടാക്കിയ മോട്ടിവേഷൻ, അവന്റെ മറ്റേ കൺവിൻസിങ്ങും കൂടി പെട്ടിട്ട് ആ കുടുംബക്കാര് അയ്യോ ഇത്രയും നല്ല നന്മമരമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെ സാധിക്കുന്നടാ സ്വന്തം മോളെ ഇതുപോലെ, അതും ഇത്രയും മെന്റൽ ട്രോമയിൽ നിൽക്കുന്ന ഒരു മോളെ എങ്ങനെ ഇതുപോലെയുള്ള ഒരുത്തന്റെ കൂടെ വിട്ടിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? എനിക്കറിയാൻ പാടില്ല. എത്ര നല്ലവനെന്ന് പറഞ്ഞാലും എന്ത് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയാണ് ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ, ഏവന്റെ കൂടെ ആട്ടോ, ഹൂ അവർ ആരെ കൂടെയെങ്കിലും സ്വന്തം മകളെ വിട്ടിട്ട് ഈ മാതാപിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? എന്നിട്ട് ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഒരു തന്തയില്ലായ്മ ചെയ്തെന്ന് അറിഞ്ഞതിന് ശേഷം അത് മറച്ചു വെക്കുന്നു. എന്ത് മാതാപിതാക്കളാണെന്ന് എനിക്കറിയത്തില്ല. അവന്റെ കുറച്ച് ഭീഷണിയിലും അവന്റെ കുറച്ച് മറ്റേ സ്വയം ജീവൻ എടുക്കുമെന്ന് പറഞ്ഞുള്ള ഭീഷണിയിലും പേടിച്ച് ആ വീട്ടുകാരടക്കം അത് മറച്ചു വയ്ക്കുന്നു. ഇത് സ്കൂളിലെ കൗൺസിലിങ്ങിനെ തുടർന്നിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത്. വല്ലാത്തൊരവസ്ഥ. എനിക്കറിയില്ല ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന്. അപ്പനും അമ്മയ്ക്കും സ്വന്തം മക്കൾക്കൊരു വിഷയം സംഭവിച്ചിട്ട് അവരത് മറച്ചു വെച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. ആ ചെയ്ത നാരി ശിക്ഷിക്കണമെന്നോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നൊന്നും ഈ മാതാപിതാക്കൾക്കില്ലേ? അറിയാൻ പാടില്ല എന്താ ഈ ലോകത്ത് നടക്കുന്നേ. അതുപോലെ ഇതുപോലുള്ള നാറികളെ ഇവന്റെയൊക്കെ അമ്മച്ചിയുടെ മോട്ടിവേഷനെ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തന്മാർ ഇവനെയൊക്കെ എടുത്ത് തോളിൽ കയറ്റുമ്പോൾ ആലോചിക്കണം, തന്തയില്ലാത്തവന്മാരാണ് പിടിച്ച് തോളി വെച്ചിട്ടുള്ളതെന്ന്. ദയവ് ഇത് ഒറ്റ മനുഷ്യ മോട്ടിവേഷൻ അവന്മാരുണ്ടാക്കിയ മോട്ടിവേഷനും കണ്ടുകൊണ്ട് നമ്പി പോകരുത് ആരുടെയും. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്.
അവന്റെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് പുറമെ ഇതുപോലെയുള്ളവന്മാർ തന്തയില്ലാത്ത പരിപാടി ചെയ്യും. യൂസ് ആൻഡ് ത്രോ. വളരെയധികം കഷ്ടമുണ്ട്, വിഷമമുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത്. ഇവന്റെ ഒരു കുറച്ച മോട്ടിവേഷൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനവും സഹനം അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട്. ജീവിതത്തിൽ മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. ഇവന്റെ അമ്മയും നേരെ ചോദ്യം തിരിഞ്ഞോലും നോക്കത്തില്ല, വേറെ ആരൊക്കെയാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നാളിയന്മാരെ, ഫിലിപ്പ് മമ്പാട് എന്നാ മൂഞ്ചിയവനാടാ, അവനങ്ങോട്ട് എക്സ്പോസ് ആയിരിക്കുകയാണ്. അയ്യോ, എന്നിട്ടും കുറെ പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തത്, ഇങ്ങനെ അതിന്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ, അറിയട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് 2 ദിവസം വെയിറ്റ് ചെയ്തത്. 2 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ ഇവൻ എത്രത്തോളം ചെറ്റാണെന്ന് പലരും കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരെടുത്തൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചു. കാരണം എല്ലാവരും സെയിം പാറ്റേണിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാനിങ്ങനെ കേട്ട് വണ്ടർ അടിച്ചിരിക്കുക. എനിക്കറിയാൻ പാടില്ല, എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇവനൊക്കെ എത്രത്തോളം നാറുകളാണെന്ന്. മോട്ടിവേഷൻ, അവൻ്റെ അമ്മച്ചിയുടെ മോട്ടിവേഷൻ ഇതൊക്കെ കണ്ട് നമ്പാനും കുറെ ആൾക്കാരെ മടൽ വെട്ടി അടിക്കണം. മോട്ടിവേഷനും കേട്ട് ഇരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ സ്വന്തം മക്കളെയൊക്കെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് വല്ലവന്റെ കൂടെയൊക്കെ പറഞ്ഞു വിടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, വല്ലാത്ത അവസ്ഥ. ഇവനെ പോലുള്ള നാറുകളെ ശിക്ഷിക്കണം, തൂക്കിയങ്ങ് തീർക്കണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഫിലിപ്പ് മമ്പാടുമാരെ ഉണ്ടാവാതിരിക്കട്ടെ. ജയിലിൽ പോകുമ്പോൾ ഈടിച്ചവന്റെ ഒക്കെ കൊരവള്ളി പൂച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കല്ലെറിയണം. പുറത്തിറങ്ങുന്ന സമയത്ത് ഇവനെയൊക്കെ നിയമം ശിക്ഷിച്ചില്ലെങ്കിൽ ജനങ്ങൾ ശിക്ഷിക്കണം. അതാണ് ചെയ്യേണ്ടത്. എനിക്കറിയാൻ പാടില്ല ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത്രയും കലികാലത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നാളെയെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നെ അല്ലെങ്കിൽ ബാക്കി ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.